ഒളിവിൽ കഴിയുകയായിരുന്ന ബലാത്സംഗ കേസിലെ പ്രതിയെ ലക്നൌവിൽ നിന്നും പിടികൂടി വിദ്യാനഗർ പോലീസ്. 11 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന ചെമ്മനാട് സ്വദേശി അബ്ദുൽ ഷഹീൽ എന്നയാളെയാണ് വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത്. ഐഡന്റിറ്റി കാർഡും മറ്റും തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഫ്ളാറ്റിലെത്തിച്ച് അതിജീവിതയെ 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്ത കേസിലെ 2ാം പ്രതിയാണ് ഇയാൾ. The House of Bridals, My Century Wedding Center. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന യുവാവിനെ 11 വർഷത്തിനു ശേഷം വിമാനത്താവളത്തിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്മനാട്ടെ അബ്ദുൽ ഷഹീലിനെയാണ് വിദ്യാനഗർ പോലീസ് ലക്നൌവിൽ നിന്നും പിടികൂടിയത്. തിരിച്ചറിയൽ കാർഡും മറ്റും തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഫ്ളാറ്റിലെത്തിച്ച് അതിജീവിതയെ 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്ത കേസിലെ 2ാം പ്രതിയാണ് പിടിയിലായത്. 2014 ആലമ്പാടിയിലെ ഫ്ളാറ്റിലായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. 309/14 വിദ്യാനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചെമ്മനാട് ദേളി സ്വദേശി ഷമീർ PM ആണ് 1ാം പ്രതി. മുട്ടത്തൊടി ആലമ്പാടി സ്വദേശി ഷമീർ എന്നെ 3ാം പ്രതിയുമാണ്. ഇവരെ കോടതി വെറുതെ വിട്ടിരുന്നു. സംഭവത്തിനു ശേഷം അന്ന് മുങ്ങിയ കേസിലെ 2ാം പ്രതിയായ അബ്ദുൽ ഷഹീൽ 11 വർഷത്തോളം ഗൾഫിലായിരുന്നു. വിചാരണ വേളയിൽ കോടതിയിൽ ഹാജരായില്ല. പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. നാട്ടിലേക്ക് മടങ്ങുവാനുള്ള ശ്രമത്തിനിടെയാണ് ലക്നൗ വിമാനത്താവളത്തിൽ നിന്നും പോലീസ് ഇയാളെ പിടികൂടിയത്. കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപന്റെ നിർദ്ദേശപ്രകാരം വിദ്യാനഗർ ഇൻസ്പെക്ടർ ഷൈൻ KPയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ സഫ്വാൻ, CPO പ്രജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.